everything. point എല്ലാം നിങ്ങൾ പറയുന്നു ഞാൻ വേഗം തുടങ്ങട്ടെ. ഇല്ല സന എക്സാക്ട്ലി എനിക്ക് ഫസ്റ്റ് സാറിനോട് ചോദിച്ചോട്ടാ. ഹായ് എവ്രി വൺ, എൻ്റെ പേര് ഷിയാഫ് എന്നാണ്. ആക്ച്വലി ഈ വീഡിയോ ഇന്ന് യൂഷ്വലി നിങ്ങൾ കാണുന്ന കോണ്ടന്റ് മാതിരി കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇതൊരു ഇന്റർവ്യൂ ഫോർമാറ്റ് വീഡിയോ ആണ്. പക്ഷേ മോറലെസ് നമ്മളൊന്നിച്ച് ഇന്ന് കുറച്ച് കേരളത്തിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുള്ള കുറച്ച് വ്ളോഗേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും എൻ്റെ ഒന്നിച്ച് ഈ വീഡിയോയിലുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ ദുബായിലും ഉള്ള ബാക്കി ലോകത്തുള്ള ബാക്കി സൈഡിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സും നമ്മൾ ഇന്ത്യയിലെ എസ്പെഷ്യലി കേരളത്തിലുള്ള കുറച്ച് ഡിഫറൻസസ് ഉണ്ട്, കുറച്ച് യുണീക്ക് കാര്യങ്ങളും ഉണ്ട്. One of the things that I recently started seeing, which is very കുറച്ച് എനിക്കൊരു വിഷമം മാതിരി തോന്നിയതെന്ന് വെച്ചാൽ ഓൺലൈനിൽ നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കഷ്ടപ്പെട്ടിട്ട് കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. ദേ ഡു എ ലോട്ട് ഓഫ് തിങ്സ് ടു എൻഗേജ് വിത്ത് യു ഗൈസ്, ടു എൻ്റർടൈൻ യു ഗൈസ്, ടു ഗിവ് വാല്യൂ തരാനുള്ള കോണ്ടന്റ് അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് പല പല ആൾക്കാർ നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മളെ സൊസൈറ്റിയിലുള്ള പല ആൾക്കാർ ദേ ഗോ ഔട്ട് ഓഫ് ദിയർ വേ എന്ന് വെച്ചാൽ വന്നിട്ട് ഓരോരോ കോണ്ടന്റ് അല്ലെങ്കിൽ വീഡിയോന്റെ മേലെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് കമന്റ്സ് ഇടുന്നുണ്ട്. അപ്പം ശരിക്കും ഇതെടുത്ത് നോക്കിയാൽ ഇത് ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കേരളത്തിലൊരു വേറൊരു സ്റ്റൈലിലാണ് സംഭവിക്കുന്നത്. അത് മേ ബി നമ്മളെ മലയാളികളുടെ ഒരു പെർട്ടിക്കുലർ സ്വഭാവമായിരിക്കും. സോ ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി ഐ ആം നോട്ട് എ വെരി ബിഗ് കോണ്ടന്റ് ക്രിയേറ്റർ. സോ ഐ ഹാവ് സം പീപ്പിൾ വിത്ത് മീ ടുഡേ. എൻ്റെ അപ്പുറം ഒരു 4 നമ്മളെ കേരളത്തിൽ നിന്ന് കുറച്ച് ഫേമസ് ആയ 4 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. They are going to discuss, I'm going to discuss with these guys എങ്ങനെയാണ് അവർ ഈ ചാലഞ്ചസ് അവരെങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യുന്നതും എങ്ങനെയാണ് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ എൻ്റെ പേര് ഇന്നുള്ളത് പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എൻ്റെ പേരുള്ള ഒരാൾ 2 മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഒന്ന് ദ മേക്കപ്പ് ബോക്സ് ഫിദ ജാഫർ ഉണ്ട് നമ്മളൊന്നിച്ച്. പിന്നുള്ളത് മോസ്മ ഗ്ലാമപ്പ് സ്റ്റുഡിയോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാനിസ്റ്റ്, പുള്ളിക്കാരത്തി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്ന ഒരാളാണ്, ക്വൈറ്റ് ഫേമസ് ഓൺ ഇൻസ്റ്റഗ്രാം. സാനിസ് എന്നാ പേര്, സന. പിന്നെ നമ്മളെ 3 പെണ്ണുങ്ങന്മാരെ ഒന്നിച്ച് നമ്മളൊരു യുണീക്ക് ആണുങ്ങന്മാരൊരു പെർസ്പെക്റ്റീവ് തരാൻ നമ്മൾ ഒന്നിച്ച് എന്നുള്ളത് ജമീലുണ്ട്, ജെറ്റോക്സ്. സോ ഹോപ്പ്ഫുള്ളി ലെറ്റ്സ് ജംപ് ഇൻ ടു ദ ഡിസ്കഷൻ. സോ ഫസ്റ്റ് ഈ ഡിസ്കഷൻ തുടങ്ങാനും വേണ്ടി ഞാൻ ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ അടുത്ത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് മെയിൻലി ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ഇതിൽ കാണാം. സോ ഫസ്റ്റ് ഞാൻ ചോദിക്കാൻ പോകുന്നത് സെനനോടാണ്. ഹായ് സെന. ഹായ്, ഹൗ ആർ യു ഡൂയിങ്? എന്തൊക്കെയുണ്ട്? I'm great, I'm good. How are you? ഓൾ ഗുഡ്, ഓൾ ഗുഡ്. സോ ബാക്കി എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു കേട്ടോ. ജമീലാണെങ്കിലും ഫിദ ആണെങ്കിലും മോസ്ബ ആണെങ്കിലും എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മോസ്ബന്റെ Yes, സ്റ്റൈൽ yes, ഹായ് yes. പറയണം. സുഖം, സുഖം. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവരും അവരവരുടെ സിഗ്നേച്ചർ സ്റ്റൈലിൽ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഡയറക്റ്റ് ഐ ജംപ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെനനോടാണ്. എല്ലാവർക്കും ഈ ആൻസർ ഐ എം എക്സ്പെക്ടിങ് ആൻസർ ഫ്രം ഓൾ ഓഫ് യു ഫസ്റ്റ്, ബട്ട് വിൽ സ്റ്റാർട്ട് വിത്ത് സെന. ഈ ഓൺലൈൻ ഹേറ്റ് കൾച്ചർ ഉണ്ടല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്, ഇത് ശരിക്കും റിയൽ ആണോ? ലൈക്ക് ഈസ് ദിസ് റിയൽ? ഇത് റിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഹൗ ഹാസ് ദിസ് എഫക്റ്റഡ് യു? സെനനെ എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്തിട്ടുള്ളത്? ഓക്കെ, സോ ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് കള്ളത്തരാണ്. കാരണം ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നു, കോണ്ടൻറ്റ്സ് ഇടുന്നു, അന്ന് മുതലേ എനിക്ക് ഹേറ്റ് കമൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഹേറ്റ് കമൻറ്റ്സ് ഒരുപാട് കാറ്റഗറൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി വെച്ചിട്ടായിരിക്കാം. ചിലർ പറയും ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ പറയും നീ മലയാളം അറിയില്ലേ, അപ്പം ചിലപ്പോൾ ഒരിക്കലും മലയാളം അറിയാത്തതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഞാൻ മനസ്സിൽ സമാധാനിക്കും. ചിലപ്പോൾ ഒരിക്കൽ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറയുന്നുണ്ടാവാൻ. അങ്ങനെ ഒരു കമൻറ്റ്. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചാൽ തന്നെ ചില നമ്മളെ ഓഡിയൻസ് എന്ന് പറയുന്നത് എന്താ വെറും മലയാളീസ് മാത്രമല്ല, എനിക്ക് നോൺ മലയാളി ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം എല്ലാ ആൾക്കാർക്കും സംസാരിക്കണം, എൻഗേജ് ചെയ്യണം എന്നുള്ളതിലാണ് നമ്മൾ കോണ്ടന്റ് ഇടുന്നത്. സോ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് മലയാളം നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. പിന്നെ എനിക്ക് വരുന്ന കമൻറ്റ്സ് വരുന്നത് ഇതിലാണ്. നമ്മൾ മേക്കപ്പിൻ്റെ കേസിൽ ചിലപ്പോൾ റോ ആയിട്ടൊരു പിക്ചർ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ പറയും അയ്യേ ഇതെന്താ അങ്ങനെ നിങ്ങളെ പുരിക്കാൻ പറിക്കലില്ല, ഇതെന്താ ഇങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ത്രെഡ് ചെയ്യലില്ല, അങ്ങനെ പറ്റിയിട്ട് കമൻറ്റ് വരുത്തുന്നുണ്ട്. അപ്പോൾ അതൊരു പോയിന്റാണ്. പിന്നെ ചിലപ്പോൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചില കേസസിൽ മേക്കപ്പ് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യേണ്ട ചില കോണ്ടന്റ് ഉണ്ടാവും. ചിലപ്പോൾ അതിൽ ഭംഗി ഉണ്ടാവണം നമുക്ക് തന്നെ തോന്നുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ചിലപ്പോൾ ഇവർ പറയും ഓവറായി, വേറൊരു പണിയില്ലേ കുട്ടിയാണ്. അങ്ങനെയുണ്ട്. ഇതൊക്കെ നമ്മളതായിട്ടുള്ള
ഒരു ചോയ്സാണ് എന്തിടണം ഏതിടണം എന്നുള്ളത്. ഇവരെന്തിനാ ഇതിൽ ഇൻവോൾവ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ദേ ആർ ഇൻസെക്യൂർ, ചിലപ്പോൾ അവർ തന്നെ ഇൻസെക്യൂർ ആയിരിക്കും. ആൻഡ് ഈ കാണിക്കുന്നതെല്ലാം അവരുടെ റിഫ്ലക്ഷൻസ് ആണ്, വാട്ട് ദേ തിങ്ക് അബൌട്ട് ദെംസെൽഫ്. ആൻഡ് ഹൗ ഡസ് ദിസ് എഫക്ട് യു യൂഷ്വലി? എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കമൻറ്റ് കിട്ടുമ്പോൾ സെനനെ എങ്ങനെ ഇത് എഫക്ട് ചെയ്യല്? ലൈക്ക് ഹൗ ഡസ് ഇറ്റ്, നിങ്ങളൊരു ഡേ, ഒരു സാധാരണ ദിവസം ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് ആൻഡ് യു ഗെറ്റ് എ കമൻറ്റ് ലൈക്ക് ദിസ്, നിങ്ങൾ എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത് ഈ കമൻറ്റ്? ആക്ച്വലി എനിക്ക് നല്ല ഭയങ്കര എന്താ പറയുക, ഹേർട്ട് ചെയ്യാൻ തന്നെ ഉണ്ട്. കാരണം ഒരു 100 കമൻസിൽ ഇപ്പോൾ 1 കമൻറ്റ് മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇതെന്താ ഇങ്ങനെ പറഞ്ഞാൽ മോശമാണോ, പിന്നെ ഞാൻ എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കലുണ്ട്, ഇട്ട സാധനം മോശമാണോ ഈ ഒരൊറ്റ ഒരാൾ പറഞ്ഞത് കാരണം. ഓക്കെ, അങ്ങനത്തെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ യാ, ഇറ്റ്സ് നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. സോ ആ ഒരൊറ്റ കമൻറ്റ് തന്നെ ഹേർട്ട് ചെയ്യാൻ തന്നെയാണ് ഉള്ളത്. Okay, namulku let's ask Mosma what she has to say, because Mosminte actually recently video kandu, pinne nanu Zameenle video kandittana ee whole panel idea vannathu. So Mosma, I remember when I put this question, right, is this real? So Mosman eduthu chodishu, idu question, is this even a question? So please go ahead. I know you have a lot to say. What do you think? So enku parayanillenna, like Sana said, I think all the bloggers ayalum, content creators ayalum, makeup artists ayalum, they can relate each other when we speak. But Sana samsarikkumbol thanne half of the thing I'm thinking, same thing happened na nammade mind il varuna oru thought. So it's happening to everyone, ella makeup artists, even small influencers ayalum, ഭയങ്കര വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആയാലും എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. സോ വെൻ യു ആസ്ക്ഡ് ഇസ് ദിസ് റിയൽ, അത് ഐ എം ലൈക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ബിക്കോസ് എവറിബഡി നോസ് ഇറ്റ്, അത് ശരിക്കും നടക്കുന്ന ഒരു സംഭവമാണ്. എത്ര ഇപ്പം നമുക്ക് ആസ് സന സെഡ് 100 ഗുഡ് കമൻസിൽ ഒരു ബാഡ് കമൻറ്റ് മതി നമുക്ക് ശരിക്കും ഹേർട്ട് ആവാൻ. പക്ഷെ അതും ഐ ഡോണ്ട് നോ വൈ ഇറ്റ്സ് ടേക്കിംഗ് ഓവർ ഈ 100 പോസിറ്റീവ് മെസ്സേജസ്. അത് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. So that is one thing I had to tell. And how does it affect you? I've seen one of these videos you were quite upset. Like, does it often upset you? Not actually. That was the first time. Like ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന when like ഞാൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല. I have never responded to a hate comment. അപ്പോൾ that was the first time when I responded, like ഇങ്ങനെ ആക്ച്വൽ റെസ്പോണ്ട് ചെയ്ത്. അപ്പം when I asked my husband, like ഞാൻ രാവിലെ തുടങ്ങി ഈ കമൻറ്റ് കണ്ട് മുതൽ I started saying, എനിക്ക് പറയണോ ഇതിനെപ്പറ്റി സംസാരിക്കണോ, എന്നെ അവർ വേറെ ആളെ വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഐ തിങ്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇല്ലേ റൈറ്റ് നൗ, ഈ ഒരു ഹോം ക്വാറന്റൈൻ, ഒരു പെൻഡമിക്, ഈ ഒരു സിറ്റുവേഷനിൽ ഐ തിങ്ക് എവ്രി വൺ ഇസ് ഫ്രാജൈൽ, ഭയങ്കര ഫ്രാജൈലും വി ഓൾ ആർ ലൈക്ക് സ്കേർഡും വെറീഡും. എന്താണ് നാളെ സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. മേ ബി ദാറ്റ്സ് വൈ ഐ വാസ് ഓൾറെഡി ഫ്രാജൈൽ. അപ്പം വെൻ ദിസ് പെർട്ടിക്കുലർ കമന്റ് വാസ് ലൈക്ക് ഇങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഡിഡ് യു വോണ്ട് ടു ഡു മേക്കപ്പ് വെൻ എവ്രി വൺ ഇസ് ലൈക്ക് suffering and when people are dying? I was something, do you want to do makeup എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ I was like, how could you even ask that? Because നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതെന്നുള്ള, how could you even think that we are thinking like that എന്നുള്ളൊരു like എന്തിനാ, why do people judge us so quickly through a screen എന്നുള്ളൊരു thought just എന്താ അറിയില്ല, it hurted me so much. I had to speak. And I speak in something, I thought I'll be very strong, I won't show my emotions, anganannu pariyula and just, but while talking it just I think yes, I think we all saw those emotions. Ee video kandappol nammal ellarum witness cheyidoru sambhavam idana. And like I said, this whole panel is somehow a result of that video as well. Fida, okay, now we have Fida as well, who's a fellow makeup artist. Atyasham Instagram il ellarkum parichyulla oralana. Fida, yes, now it's your turn. What do you have to say? Has this affected you and how real is this? So Shreya, to start off with, Mosma parna pole asking that if this is a real problem,
is not even valid. Karanam, this is a real problem to all the people out there. Instagramil content ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏത് രീതിയിലും ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന one of the biggest problem is this kind of hate or cyberbullying or negative comments you see. So എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ in a nutshell, if you look at it, എൻ്റെ പേജിൽ from the beginning, like right when I started, ആ സമയത്തുള്ള ആൾക്കാർക്ക് they'll see the change, how this particular thing has changed the whole way the page has been handled. കാരണം ഇനീഷ്യലി പറയുകയാണെങ്കിൽ എൻ്റെ കുറേ പേഴ്സണൽ സ്റ്റഫ്, ബി ഇറ്റ് മൈ ഫാമിലി, മേക്കപ്പ് അല്ലാണ്ട്, ഓക്കെ, മൈ ജോബ് ഇസ് ബ്രൈഡൽ മേക്കപ്പ്, സോ അത് പോർട്രേ ചെയ്യാണ്ട് വേറെ പലതും ഞാൻ അതിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നോട്ട് ദാറ്റ് എവ്രിബഡി വാസ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ഇൻ ദ റോങ് വേ, പക്ഷേ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഈ ഒരു നെഗറ്റിവിറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ യൂസ് ടു പുട്ട് my daughters, I have a daughter, so avalla pala videos and she's a bit hyper, so I used to show it out a lot. But over the period chela comments vannende shesham I kind of stopped everything, be it inipo makeup allanda vera ella karyangalum I stopped putting it out there, because the people has the tendency to think that, you know, നമ്മൾ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം കാണിക്കുമ്പോൾ they think that, you know, it's very easy for us. They kind of think that അവർക്ക് നമ്മളെ ലൈഫിനെ പറ്റിയിട്ട് നല്ലോണം അറിയാം. സോ ഇറ്റ്സ് ലൈക്ക് ആൻഡ് ബട്ട് ദ പ്രോബ്ലം ഈസ് നമ്മളെ ലൈഫിൻ്റെ ഒരു മേ ബി ഒരു 5 or 10% മാത്രമേ അതിൽ പോർട്രേ ചെയ്യുന്നുള്ളൂ. നമ്മളെ സ്ട്രഗിൾസ്, നമ്മളെ ഇഷ്യൂസ്, ഓൾ ദി അതർ സൈഡ് ഇസ് നോട്ട് പോർട്രേഡ്. പക്ഷേ ദേ ആർ ഈസി ടു ജഡ്ജ്. സോ ദ ബെസ്റ്റ് വേ, ഞാനതിന് ഐ ഡോണ്ട് നോ ഇഫ് ഐ എം റൈറ്റ്, പക്ഷെ ഞാനതിൽ ഒരു സൊല്യൂഷൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, why are you putting it out there for people to judge it at first case? So, you know, just stay away from all these personal stuff and just concentrate on your work. Now adu enganana adu rendu reethil affect cheyannu vechayal, I've had lot of followers and well wishers messaging me that, you know, we kind of miss that our openness undallo, the way we try to connect with our followers and our well wishers, adu koranje. So people in a way don't feel connected to me. Only my work is portrayed there. പക്ഷേ ഇത് ഇങ്ങനെ ആയി തീർന്നതിൻ്റെ മെയിൻ സീൻ is because of all these negative and, you know, hate comments which I receive. So yeah, it does affect you, and this is a real problem. I understand. I think this is very true. Now, ഒരു കംപ്ലീറ്റ് ചേഞ്ച് ഓഫ് പെർസ്പെക്റ്റീവിന് നമ്മളിപ്പോൾ 3 പെണ്ണുങ്ങന്മാരെ പെർസ്പെക്റ്റീവ് നമ്മൾ കണ്ടു, ബിക്കോസ് യു ഗൈസ് ഫേസസ് ദ മോസ്റ്റ് ഏറ്റവും കൂടുതൽ നിങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. നൗ വി ഓൾസോ ഹാവ് ജമീൽ. ഫോർ സം റീസൺ ജമീൽക്ക് ഭയങ്കര ക്വയറ്റാണ് ഫുൾ കോളിൽ. ഐ വുഡ് ലൈക്ക് ടു സീ എല്ലാവരും പറയുന്നത് ഇങ്ങനെ കേൾക്കായിരുന്നു. So Zamilka, now on to you. നിങ്ങളും I specifically, the reason I wanted you on this panel also, നിങ്ങളെ പല വീഡിയോസ് ഞാൻ ശ്രദ്ധിച്ചപ്പം പല സ്ഥലത്തും നിങ്ങൾ ഇതിനെ വേറെ ഒരു സ്റ്റൈലിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് യു ബീൻ റിസീവിംഗ് ദിസ് ഫ്രം കുറേ കാലമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ നെഗറ്റീവും ട്രോൾസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണ്? ഇത് എത്രത്തോളം റിയൽ ആണ്? എങ്ങനെയെല്ലാം നിങ്ങൾ ഇത് എഫക്ട് ചെയ്തത്? ഓക്കെ, ഇത് എത്രത്തോളം റിയൽ ആണെന്ന് വെച്ചാല്, പണ്ട് മുതലേ കുറെ കാലം മുന്നേ നമ്മളെ കാരണവന്മാർ ഒരു ചൊല്ലുണ്ടാക്കിയിട്ടുണ്ട്, കായുള്ള മരത്തിലെ ആൾക്കാർ കല്ലെറിയുന്നു. അപ്പോ ഇത് അങ്ങോട്ടുണ്ട്, ഏതോ കാലം തൊട്ട് ഈ സംഭവം ഉണ്ട്. പക്ഷെ അതിന് വിഷമം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇത്രയും വിവരവും വിദ്യാഭ്യാസത്തിലുള്ള ഈ കാലത്തും ആൾക്കാർ അതേ സെയിം സംഭവം അവർ മനസ്സിലേക്ക് കൊണ്ടുവരുന്നില്ല. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നില്ല. കാരണം അവര് ചിന്തിക്കുന്നില്ല, നല്ല രീതിയിൽ ചിന്തിക്കുന്നില്ല. നിങ്ങൾ നല്ല ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ല ഉണ്ടാവും, പക്ഷെ അവർ ചിന്തിക്കുന്നില്ല. അപ്പം എനിക്കാര് പറയാനല്ലേ, ഇത് റിയലാണ്, ശരിക്കും റിയലാണ്. പക്ഷെ അതിൽ ആ കമന്റ് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും ഫേക്കാണ്. അവർ ഐഡിയ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് ഫേക്കാണ്. പിന്നെ അത് എഫക്ട് ചെയ്തിട്ടുണ്ടോ വെച്ചാല്, എഫക്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. ചിലപ്പോ നമ്മളെ സന പറഞ്ഞ പോലെ ഒരു ദിവസമൊക്കെ കംപ്ലീറ്റ് ഞാൻ സൈഡ് ആയി ഇരിക്കും. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും ഒരാൾ മോശം പറഞ്ഞാൽ പോയി, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ആലോചിക്കുന്നത്, ഈ ടൈം ഈസ് പ്രഷ്യസ് എന്നൊക്കെ പറയും പോലെ, ഒരാളെ വിലപ്പെട്ട സമയം നമ്മളെ കണ്ടന്റ് വേണ്ടി അയാൾ ചെലവാക്കി കഴിഞ്ഞു ഓൾറെഡി. പിന്നെ അയാൾ വായിത്തോന്ന് എന്തോ വേണ്ടി പറയാണ്. പിന്നെ
ഈ ചെറിയൊരു 10 മിനിറ്റ് 15 മിനിറ്റിൽ ഞാൻ ഉണ്ടാക്കുന്ന കണ്ടന്റ് ആ പുള്ളിക്ക് ഒന്നും നല്ലത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ പുള്ളിയുടെ ലൈഫ് ലോങ് എന്തായിരിക്കും മൂപ്പര് നല്ലത് കാണുന്നുണ്ടാവാം? വൻ തോൽവി ആയിരിക്കൂലേ? അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഞാൻ എടുക്കാറ്. എന്നിട്ട് തമാശ രീതിയിൽ അവർക്ക് റിപ്ലൈ കൊടുത്ത് വിടാറാണ്. പക്ഷേ എന്റെ വൈഫിന് ഇത് വല്ലാതെ എഫക്ട് ചെയ്യും. ഇപ്പൊ നമ്മള് കപ്പിളായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ വൈഫിനെ എഫക്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അവള് കുറച്ച് ഡൗൺ ആവും. അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. അത് എന്നെയും എഫക്ട് ചെയ്യും. അപ്പൊ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നില്ലെങ്കിലും ഇൻഡയറക്ട്ലി വല്ലാതെ ഓൾറെഡി ഈ സെക്കൻഡ് ക്വസ്റ്റ്യന് കണക്ട് ചെയ്തു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് വൈ നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവില് എന്തുകൊണ്ടായിരിക്കും ഒരു ആണുങ്ങളായാലോ ഒരു പെണ്ണുങ്ങളായാലോ ലൈക്ക് എനിബഡി അവര് ദിവസത്തില് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ തുറന്നിട്ട് ജസ്റ്റ് ഇമാജിൻ ദ എഫേർട്ട് വന്ന് നോക്കണം, ഒരു വീഡിയോ കാണണം, വീഡിയോ വെയിറ്റ് ചെയ്ത് ഒരു എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് യു ഓൾറെഡി ആൻസർ, ബട്ട് ഐ വോണ്ട് ടു ഹിയർ കൂടുതൽ പേഴ്സൺ. പക്ഷെ അതിന്റെ മുന്നോട്ട് ഇപ്പൊ 4 ആൾക്കാരുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഈസ് ദിസ് റിയൽ? ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടെന്ന് വെച്ചാൽ ഐ പേഴ്സണലി ഫീൽ, ഓക്കെ, എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് പല ആൾക്കാരെപ്പുറം വർക്ക് ചെയ്തിട്ടും കണ്ടെടുത്തോളും നമ്മുടെ നാട്ടിൽ ഇപ്പം പല ടോപ്പിക്സ് ഉണ്ട് വേർ പീപ്പിൾ തിങ്ക് ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. ഇതേമാതിരി പ്രീവിയസ് ജനറേഷൻ ഇപ്പം നമ്മൾ എല്ലാവരും മില്ലേനിയൽസ് ആണ് ഈ കോളിലുള്ള മെജോറിറ്റി ഉള്ള ആൾക്കാരും. അപ്പം നമ്മളെ പ്രീവിയസ് ജനറേഷൻ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന്. അവരെ കാലത്ത് ചിലപ്പം ഇതൊരു പ്രശ്നമായിരിക്കില്ല, ബിക്കോസ് ഡിഫറൻസ് ഉണ്ട്. ഇന്ന് മെന്റൽ ഹെൽത്ത് പറയുന്ന മാതിരിയാണ്. പണ്ടത്തെ കാലത്ത് ഡിപ്രഷൻ ഹാൻഡിൽ ചെയ്ത സ്റ്റൈലും ഇന്നത്തെ കാലത്ത് ഡിപ്രഷൻ ഹാൻഡിൽ ചെയ്ത സ്റ്റൈലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി റെലവെന്റ്. പക്ഷെ കമ്മിങ് ബാക്ക് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജമീൽക്ക് കുറച്ചൊന്നും ഇങ്ങനെ ടച്ച് ചെയ്തു, എന്തുകൊണ്ടാണ് ആൾക്കാർ ചെയ്യുന്നത്? നിങ്ങൾ ജമീലിന്റെ ഒരു പെർസ്പെക്റ്റീവില് എക്സാക്ട്ലി ഒരു 2-3 റീസൺ എന്തുകൊണ്ടാണ് ആൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കണ്ടതിൽ കൂടുതലും വരുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡിപ്രഷനിലുള്ള ആൾക്കാർ, അവർക്ക് ലൈഫ് സന്തോഷമില്ലാത്ത ആൾക്കാരാണ്. വേറൊരാൾക്ക് നല്ലത് വരുമ്പോ അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആ പുള്ളിക്കാരൻ അതില്ല, എനിക്കില്ലാത്തത് വേറൊരാൾക്ക് ഉണ്ടെന്ന് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് അവർക്ക്. അതാണ് എനിക്ക് ആ കൂടി മനസ്സിലായത്. അതായത് അവർ ഭയങ്കര അസൂയ മലയാളത്തിൽ പറയാം, പക്ഷെ അവർ ഭയങ്കര ഡിപ്രസ്ഡും ആണ്. അവരുടെ ലൈഫിൽ അവർ ഹാപ്പി അല്ല. അത് നമുക്ക് അവരുടെ മെസ്സേജ് ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ചില ആൾക്കാരുണ്ട് നമ്മൾ വീഡിയോസ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയാണ്. അതൊക്കെ ഞാൻ വാലിഡ് പോയിന്റ് ആയി എടുത്തിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ചില ആൾക്കാർ ആ വീഡിയോ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും പറയുന്നത്, പക്ഷേ നെഗറ്റീവ് ആയിരിക്കും. ഒന്നും ഉണ്ടാവില്ല, ആ കമന്റ് എടുക്കാനൊന്നും ഉണ്ടാവില്ല. ഡയറക്ട്ലി ഒന്നുകിൽ നമ്മളെ അപ്പിയറൻസിനെ പറ്റിയോ അല്ലെങ്കിൽ പിന്നെ എന്റെ വൈഫിന്റെ അപ്പിയറൻസിനെ പറ്റിയോ, അപ്പൊ ഒരു കാര്യമില്ലാതെ വെറുതെ നെഗറ്റീവ് മാത്രം പറഞ്ഞു കൊടുക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ആ പുള്ളിക്കാരൻ ആ ലൈഫിൽ സന്തോഷം തീരില്ലാത്ത ഒരാള്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ള ആൾക്കാരും കൂടി പറഞ്ഞോട്ടെ, എനിക്ക് അറിയില്ല എങ്ങനെയാണ്. എനിക്ക് ഫസ്റ്റ് സാറിനോട് ചോദിച്ചോട്ടെ. എനിക്ക് മെയിനായിട്ട് തോന്നിയ ഒരു അഭിപ്രായം പറയാം, ഇവരെല്ലാം അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം. എനിക്ക് 2 പ്രാവശ്യം വന്ന ഒരു മെസ്സേജിനെ പറ്റി പറയാം. ആദ്യം ഇറ്റ് വാസ് എ ഗേൾ. ഓക്കെ, ഇപ്പൊ ഗായ്സൊന്നും മെസ്സേജ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ഹെയ്റ്റ് മെസ്സേജസ് ഗേൾസും നമ്മളെ സെയിം ഏജിലുള്ള ഗേൾസിൻ്റെ അടുത്ത് കിട്ടുമ്പോൾ ഐ തിങ്ക് ഭയങ്കര ഹേർട്ടിംഗ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു മെസ്സേജ് ആദ്യം വന്നത്, ഐം റിയലി എ ഗുഡ് ഫാൻ ഓഫ് നിങ്ങളുടെ വർക്ക്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. കാരണം നമുക്ക് ഒരു ദിവസം കുറേ മെസ്സേജസ് വരും, എസ്പെഷ്യലി കുറച്ചധികം ഫോളോവേഴ്സ് ഉണ്ട്, നമ്മളെ വർക്ക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മെസ്സേജ് എൻക്വയറീസ് ആയിട്ട് വരുന്നത് ഉണ്ടാവും. അപ്പം എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മെസ്സേജസ് ഞാൻ കാണുന്നില്ല, സോ അത് സീനായി കാണുന്നില്ല. ദിസ് ഗേൾ ഇസ് വെയിറ്റിംഗ് ഫോർ ദ റിപ്ലൈ ആൻഡ് ഇത്താന്ന് വിളിച്ചതിൽ നിന്ന് സന ഖാദർ എന്ന് പറഞ്ഞിട്ട് കുറേ എക്സ്ക്ലമേഷൻ ചിഹ്നം, അതും ഞാൻ കാണുന്നില്ല. പിന്നെയാണ് കാണുന്നത്. ഓക്കെ, പിന്നെ കാണുന്നത് എന്താ മോൾസെ ജാടയാണോ, അതേ ത്രെഡിൽ താഴെ എത്തി ജാടയാണോ എന്നുള്ളതിൽ വരെ എത്തി. അപ്പം നമ്മൾ ഇതെന്തിങ്ങനെ പറഞ്ഞെന്നുള്ളതിൽ നോക്കും. ആ മെസ്സേജ് അയച്ച ആള് ലാസ്റ്റ് അയച്ച മെസ്സേജാണ്, നിന്റെ ഒക്കെ വിചാരം എന്താ? അപ്പം ഞാനത് ഓപ്പൺ ചെയ്ത്, ഇപ്പം ഞാൻ പറഞ്ഞ് വാട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടപ്പോൾ സോറി ഇത്ത റിപ്ലൈ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ദിസ് ഇസ് ട്രൂ. ഓക്കെ, എനിക്ക് നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ Yes, Mosma, I think I would like to. Mosman, എന്താണ് അഭിപ്രായം? What is your perspective? No, let her speak. But I just want to say, same exact message I had received. I don't know if it's the same person, but when she was telling, yeah. So, yeah. അപ്പോൾ അത് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ
സെയിം അത് അപ്പം റിപ്ലൈ കൊടുത്ത് വന്നിട്ട് ഞാൻ സന പറഞ്ഞ correct ആണ്. മൈൻഡ് ചെയ്യാണെന്ന്. പക്ഷെ ഇത് സാധനം കോമന്റ്സിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പബ്ലിക് അക്കൗണ്ട് ആണ്. അപ്പോൾ ഒരിക്കൽ അറ്റൻഷൻ ആണ് ഒന്നാമത്തെ റീസൺ എനിക്ക് ഫീൽ ചെയ്തത്. രണ്ടാമത്തത് ഒബിയസ്ലി ജലസി മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇവർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അസൂയ കുശുമ്പ് എല്ലാം പറയാം. ഓക്കെ, ഗേൾസിൻ്റെ കേസിലാണെങ്കിൽ അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരാൾ ചെയ്യുമ്പം സഹിക്കായ്മ കൊണ്ട് പറയുന്നതാവാം രണ്ടാമത്തത്. പിന്നെ ചില കമൻസ് ഐ മസ്റ്റ് അഡ്മിറ്റ് ഇറ്റ്, ചിലത് എനിക്ക് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നല്ലൊരു പൊരുത്തത്തിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോ ഇടുമ്പോൾ എൻ്റെ ലൈറ്റിംഗ് ഒന്നും ശരിയല്ല, ഞാൻ എനിക്ക് കിട്ടിയ സർക്കംസ്റ്റാൻസസ് വെച്ചിട്ടാണ് വീഡിയോസ് കിട്ടുന്നത്. അപ്പം അതിൽ ചിലർ പറയും നിങ്ങൾക്ക് ലൈറ്റിംഗ് കുറച്ച് കൂട്ടാമായിരുന്നു, അതർവൈസ് അപ്പോൾ അതൊക്കെ എന്താ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ലൈറ്റിംഗ് കൂട്ടാം, അതൊക്കെ എന്താ നെഗറ്റീവ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ട്. സോ അതും ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിഫോർ വി ഗോ ടു മോസ്മ, ഐ തിങ്ക് ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹേറ്റ് കമന്റ്സ്. എനിക്ക് തോന്നി ഇപ്പോൾ സെന പറഞ്ഞ എക്സാമ്പിൾ ആയിക്കോട്ടെ, ജമീൽക്ക പറഞ്ഞ എക്സാമ്പിൾ ആണ്, ഇതൊക്കെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണ്, വിച്ച് ഇസ് വെൽക്കം ഐ ഗെസ്, റൈറ്റ്? Okay. Yeah. Okay. Now, Mosma, on to you. Mosman, എന്താണ് എക്സ്പീരിയൻസ്, ലൈക്ക് എന്തുകൊണ്ട്, what do you think, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്? Do you have to add anything? Actually same ആണ്. One thing is ഇപ്പം DMs ആയാലും കമന്റ്സ് ആയാലും when you just go and visit their profile, അവർക്കൊന്നിക്ക് 0 followers അല്ലെങ്കിൽ ഫോളോയിങ് അങ്ങനെ ആയിരിക്കും. And that particular person would be only following you or only makeup artist, അങ്ങനെ they won't have any particular friends. അങ്ങനത്തെ പ്രൊഫൈൽസ് അധികം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാല് it's as Sana and Zamilka said, the comment ചെയ്തോട്ട് criticism is always welcome because അത് നമ്മളെ improve ചെയ്യാനാ help ചെയ്യുന്നത്. But when it actually gets into us, ഈ വേറെ രീതിയിൽ മാറും. I comment, how do I explain? Fida, can you help me out here? When the comment changes, അത് പേഴ്സണൽ നമ്മള് ഇട്ട് വെക്കുന്നയാ, നോട്ട് ബിക്കോസ് അവർ വർക്ക് ഇസ് നോട്ട് ഗുഡ് ഓർ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയല്ലാത്തോണ്ടല്ല. ദേ ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ആർ ഹെഡ്. അങ്ങനത്തെ ഒരു കമന്റ് വരും. ദാറ്റ്സ് വെൻ ഐ തിങ്ക് ഇങ്ങനത്തെ പീപ്പിൾ, ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ദേ ആർ. Really? See, basically what I think is so what I think is മൊസ്മ പറഞ്ഞ കാര്യത്തില് ഈ anonymity എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ആൾക്കാർക്ക് ഈ ഇൻസ്റ്റഗ്രാം ത്രൂ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. എന്ന് വെച്ചാല് ഓക്കെ, ബേസിക്കലി അവരെ സ്ക്രീനിന്റെ ബാക്കിൽ ഇരുന്നിട്ട് ദേ ആർ ജസ്റ്റ് ടൈപ്പിംഗ് ഔട്ട് ദിയർ വാട്ട് എവർ കംസ് ഇൻ ടു ദിയർ മൈൻഡ്. അവര് ആലോചിക്കുന്നില്ല. ഇപ്പൊ ഇത് നേരിട്ട് നമ്മൾ മുഖത്തോട് മുഖമാണെങ്കിൽ അവര് അഭിപ്രായം പറയുമോ എന്നുള്ളത് I don't think so. They will ever have the guts to tell that same comment onto your face. So ഈ anonymity ഉണ്ടല്ലോ, ഈ ഒരു ഫേക്ക് പ്രൊഫൈൽ ആവാം, ഈവൻ അവരെ ഓൺ പ്രൊഫൈൽ ആവാം, നമ്മളെ നേരിട്ടല്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ആളെ നേരിട്ട് അറിയൂല. സോ ആ ഒരു anonymity എൻജോയ് ചെയ്തിട്ട് ആൾക്കാർ വായി തോന്നുന്നതൊക്കെ പറയാണ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ ഒരു സംഭവം ഇസ് നോട്ട് എന്താ പറയുക, അവര് I don't think so they actually mean it or they actually വെറുതെ ഒരു എന്തോ തോന്നി അത് അപ്പം തന്നെ അങ്ങനെ പറഞ്ഞ്. അല്ലാണ്ട് ഇതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യാണ് ഡെഫിനറ്റ്ലി. ബിക്കോസ് എല്ലാവരും പറഞ്ഞ ഒരു പോയിന്റ്, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് റൈറ്റ് ടു യൂസ് ദ വേർഡ് ജെലസി. പക്ഷേ നമ്മളിപ്പം ഏത് സ്റ്റേജിൽ നിൽക്കുവാണെങ്കിലും അതിന് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവർക്കൊക്കെ തോന്നുന്നത്, ഐ തിങ്ക് ഇറ്റ് വാസ് വെരി ഈസി ഫോർ അസ്, എവറിത്തിങ് കെയിം ഇൻ ടു അസ് വെരി ഈസിലി. സോ അതിനെ കൊണ്ടുള്ള ആ ഒരു കുത്തലാണോ എന്നുള്ളൊരു സംശയം. I wanted to add one specific thing. ഇതില് മോസ്മ ഫിദിന്റെ അടുത്ത് പറയാൻ പറഞ്ഞ ഒരു കമന്റ്. ഐ തിങ്ക് this is something specific that നമ്മളെ ഈ ഫീമെയിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഫേസ് ചെയ്യുന്നത്. ഐ തിങ്ക് ദേ ആർ കുറച്ച് നാണുണ്ട് പറയാൻ, പക്ഷെ ഐ വിൽ ഇൻഡിക്കേറ്റ് ടു എക്സാക്ട്ലി വാട്ട് ദേ ആർ റെഫറിങ് ടു. ഇതിപ്പം ഫിദിന്റെ പേരും ഞാൻ മേക്കപ്പ് ബോക്സിന്റെ പേര് കുറെ കാലമായി വർക്ക് ചെയ്യുന്നത്. ഐ ഹവ് സീൻ ദിസ് ഫസ്റ്റ് ഹാൻഡ് in these comments. Like മോസ്മ ഇവിടെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ there are people out there, ആണുങ്ങന്മാരായാലും പെണ്ണുങ്ങന്മാരായാലും, when they go very personal എന്ന് വെച്ച് കഴിഞ്ഞാൽ they come down to for example, see, majority നമ്മുടെ മലബാർ സൈഡിലും മുസ്ലിംസ് ആണ് മെജോറിറ്റി ഉള്ളത്. അപ്പം there is lot of moral policing that happens online as well other than hate comments. So ഇവിടെയാണ് കുറെ ആൾക്കാർ വരുന്നത് to showcase that they are better than somebody എന്ന് കാണിക്കാൻ. അപ്പോൾ അതിൽ I specifically remember one of the
ഈ കൂട്ടത്തിലുള്ളൊരു കോണ്ടന്റ് ക്രിയേറ്റർ തന്നെ ദേ മേഡ് എ വീഡിയോ one particular guy went to a point where ഈ വീഡിയോയിൽ ഇത്ര പോയിന്റിൽ ഈ സെക്കൻഡിൽ ഫോർ എക്സാമ്പിൾ ഇയാളെ ഡ്രസ്സ് ഇങ്ങനെ ആയി അല്ലെങ്കിൽ ഡ്രസ്സ് അങ്ങനെ മാറിയെന്ന് പറഞ്ഞു ഫോർ എക്സാമ്പിൾ. സോ ദിസ് ഇസ് ഐ തിങ്ക് വാട്ട് മെനി ഓഫ് ദിസ് ഇവിടെ ഇപ്പോൾ മോസ്ബാലും ഫിദാലും ഇൻഡിക്കേറ്റ് ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. സോ ഓണസ്റ്റ്ലി ഇപ്പം എല്ലായിടത്തും ചോദിച്ചപ്പോൾ റീസണ് മെയിൻലി കണ്ടിട്ടുള്ളത് ജലസിയാണ്. എന്താണ് സെൽഫ് വർത്ത് ചില ആൾക്കാർ പീപ്പിൾ ഹു ഫീൽ മിസറബിൾ, സ്വന്തമായിട്ട് ഒന്നുമില്ല, രാവിലെ എണീച്ച ആളുടെ തന്നെ ചായ കുടിച്ചിട്ട് വിചാരിക്കുന്ന ഏത് കമന്റിൽ പോയിട്ടാണ്. പണ്ടത്തെ കാലത്ത് ഐ തിങ്ക് നമ്മുടെ നാട്ടുകാരെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ രാവിലെ തന്നെ എണീച്ചിട്ട് ആരെ കാര്യത്തിലാണ് തലയിടേണ്ടത്. ഓക്കെ, സോ ഇതിപ്പോ ഇവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓഫ്ലൈന് ഉള്ളൊരു സ്വഭാവം അവർ ഓൺലൈനിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് സാഡ്ലി നമ്മളെ ഈ യങ്ങർ ജനറേഷൻ ഇസ് ടേക്കിംഗ് ദിസ് അപ്പ്. Because ideally older generation ഇത് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ that was okay. So anyways, I think very interesting perspectives. We'll move on to the last set of question. Okay, നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു ഇത് റിയൽ ആണ്, ഇത് എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്. പക്ഷേ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കൺട്രിയിലാണ്, ഇപ്പോൾ ഇന്റർനെറ്റ് ആണ്, എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഡോണ്ട് യു തിങ്ക് പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു See, this is going to be like a trip question. Like for example, ഇത് കുറച്ച് പ്രൊവോക്ക് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. പക്ഷെ എല്ലാവരെയും ഒരു 1-30-second ആൻസർ ഇതിന് കിട്ടിയെന്നല്ലായിരിക്കും. ഡോണ്ട് യു തിങ്ക് ദേ ഹാവ് ദ റൈറ്റ് ടു കമന്റ് എനിത്തിങ് ദേ വാണ്ട്? സെമിൽക, വാട്ട് ഡു യു തിങ്ക്? അവർക്ക് റൈറ്റ് ഉണ്ട്, പക്ഷെ അവർ ചെറിയൊരു കാര്യം ആലോചിക്കണം. അവർ അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിടുന്നുണ്ടാവും. പക്ഷെ ഇപ്പുറത്ത് വായിക്കുന്ന നമ്മൾ, അതായത് ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ, നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് എന്നെ പേഴ്സണലി അല്ലെങ്കിലും നമ്മളെപ്പോലെ കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവർ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിനും അത് ഒരു പരിധി വരെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ചില പെർട്ടിക്കുലർ വേർഡ്സ് നമുക്ക് റിമൂവ് ചെയ്യാം. അതായത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം, പോടാപ്പട്ടി. അപ്പൊ ഞാൻ എൻ്റെ ചാനലില് പോടാപ്പട്ടി എന്നുള്ളത് ഇത് ചെയ്ത് വെച്ചാൽ, സെറ്റ് ചെയ്ത് വെച്ചാൽ ആര് പോടാപ്പട്ടി എന്ന് ഇട്ടാലും ഓട്ടോമാറ്റിക് ഫ്ലാഗ് ചെയ്ത് വെച്ചാൽ ആര് അങ്ങനെ ഇട്ടാലും അത് ഓട്ടോമാറ്റിക് റിമൂവ് ആവും. അത് യൂട്യൂബിന്റെ ഭാഗത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് പോലെ അതിനെ സീരിയസ്ലി എടുക്കുന്നുണ്ട്, കാരണം ആൾക്കാർ വെറുതെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പെർട്ടിക്കുലർ വേർഡ്സ് നമുക്ക് അങ്ങനെ ഒഴിവാക്കി വെക്കാം. അപ്പൊ ചില സമയത്ത് എൻ്റെ കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നതാണ്, അതായത് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ പറ്റി മാത്രമായിട്ട് ആൾക്കാർ വന്ന് കമന്റ് ചെയ്യും. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സ് എന്ന് വെച്ചോ, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ ഒരു വീഡിയോന് ഡ്രസ്സ് എന്നിട്ടത് പുള്ളിക്കാരൻ ചെയ്തു പോകും. അപ്പോൾ ആ ഒരു കമന്റിൽ ഡ്രസ്സ് അല്ലെങ്കിൽ പിന്നെ തട്ടം അങ്ങനെയുള്ള വേർഡ്സ് മൊത്തം ഒഴിവായി കിട്ടും. കാരണം കുറെ ആൾക്കാർ വന്നിട്ട് പറയും, തട്ടം മറച്ചിട്ടില്ല, മുടി മറച്ചിട്ടില്ല, അതാക്കിയിട്ടില്ല, ഇതാക്കിയിട്ടില്ല, അത് കാണുന്നു, ഇത് കാണുന്നു ഒക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്തും പറയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. അതായത് നിങ്ങൾ കമന്റ് ചെയ്യുന്ന ആൾക്കാർ അത് ആലോചിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങളത് പറഞ്ഞിട്ടങ്ങ് പോകും. അതിന്റെ ശേഷം ഉണ്ടാകുന്ന എഫക്റ്റ് കുറച്ച് വലുതാണ്. ആ എഫക്റ്റ് നമുക്ക് വന്ന് കാണിക്കാൻ കഴിയില്ല. നമ്മൾ വന്നിട്ട് യൂട്യൂബ് പറയും ചെയ്യില്ല, അയ്യോ അങ്ങനെ ഒരു കമന്റ് വെച്ചിട്ട് ഞാൻ ആകെ ഡെസ്പായി, ഞാൻ ആകെ സൈഡായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരോടും വന്ന് പറയുന്നില്ല. പക്ഷെ അധികം പേർക്ക് ആർക്കെങ്കിലും ഇതിന്റെ മേലെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, ലൈക്ക് അവരെ റൈറ്റിനെ പറ്റിയിട്ട്? Yes, before I forget, ഞാൻ മറക്കുന്ന മുന്നേ ഐ റിയലി വോണ്ട് ടു പുട്ട് ഔട്ട് ദിസ്. ഈ പറയുന്ന ആൾക്കാർക്ക് ലൈക്ക് വാട്ട് വി ക്യാൻ ഡു ആക്ച്വലി, ഇപ്പം ഇതൊരു എക്സസൈസ് പോലെ എടുക്കുകയാണെങ്കിൽ ഒരു സെൽഫ് ചെക്ക് ചെയ്താൽ മതി. ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ കമന്റ്, വെൻ എനി ഓഫ് യു ആർ ട്രൈങ് ടു, യു സോ സംതിങ്, യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, യു വോണ്ട് കൺവേ ദറ്റ് യു ഡോണ്ട് ലൈക്ക് ദിസ് സ്റ്റഫ്. അപ്പം അത് ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ജസ്റ്റ് സെൽഫ് ചെക്ക് ദറ്റ് ഇത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ, ഇത് ശരിക്കും should I actually, അല്ലെങ്കിൽ another way of doing this is, even if you want to say this, ഈ ആള്, if this particular person, forget that you are in front of the phone and Instagramലാണ് or YouTubeലാണ്, just check that ഈ ആള് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നുണ്ട്. സോ ഈ ആ ഒരു അവസരമാണെങ്കിൽ ഈ ഒരു കമന്റ് how would you say it? Even if you want to say it, you would reframe the words, right? ലൈക്ക് ഇപ്പം നമ്മൾ വളരെ നെഗറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യം നമ്മൾ മുഖത്ത് നോക്കി പറയുമ്പം നമ്മൾ കുറച്ചും കൂടി അതിനെ ഫ്രെയിം ചെയ്ത് നന്നാക്കിയിട്ട് അങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഫസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ റീചെക്ക് വിത്ത് യുവർ സെൽഫ്. ഈ ഒരു ഞാനിപ്പോൾ എഴുതാൻ പോകുന്ന കമൻറ്റ് എന്നോടൊരാൾ പറഞ്ഞാൽ ഹൗ ഐ വിൽ ഫീൽ അബൌട്ട്. അപ്പം ഇഫ് യു ഫീൽ ദറ്റ് യു വുഡൻറ്റ് ലൈക്ക് ഇറ്റ്, just stop it right there. You don't like something, easiest thing to do is you
unfollow the person. Okay, that's the extreme you can do. Allengil you swipe right, you know, just go to the next story or go to the next YouTube video. You can just ignore it. You don't have to particularly target and, you know, put that hate out there. അല്ലെങ്കിൽ if you want to say, like I said, നിങ്ങൾ ആ പർട്ടിക്കുലർ പേഴ്സണിനോട് മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയായിരിക്കും പറയാ, റിയൽ ലൈഫ് ഇംപ്ലിക്കേഷൻ എന്തായിരിക്കും എന്ന് ചിന്തിക്കാം. ബേസിക്കലി സമറൈസ് ചെയ്താൽ ശരിക്കും ഒരാളെ പുറത്തുനിന്ന് കണ്ടിട്ട് ഇത് പറഞ്ഞെങ്കിൽ ശരിയായ ലൈഫിൽ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ നല്ല പണി കിട്ടും. ഓൺലൈൻ ആണ്ട് ആൾക്കാർ ചിന്തിക്കുന്നില്ല. ഐ തിങ്ക് വി വിൽ മൂവ് ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഓൺ ദിസ്. ഇത് ഓക്കെ, നമ്മളിപ്പോൾ ഇതൊക്കെ സംസാരിച്ചു, എന്തിനാ ചെയ്യുന്നത്, ഇത് ശരിയാണ്, എങ്ങനെ എഫക്ട് ചെയ്യുന്നത്. നമ്മൾക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക്കലി നിങ്ങൾ 4 ആൾക്കാർ ഇന്ന് ഇവിടെ ഈ കോളിലുണ്ട്. ഓക്കെ, അതിൽ ബി ലോഡ് ഓഫ് നമ്മളെ കേരളത്തിൽ 100-ൽ കൂടുതൽ ഓക്കെ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. വാട്ട് ഡു യു തിങ്ക്, ഒരാളുടെ അഭിപ്രായത്തിൽ വാട്ട് ക്യാൻ ബി ഡൺ ടു സ്റ്റോപ്പ് ദിസ്? ഇപ്പൊ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സനന്റെ അടുത്ത് ചോദിക്കുകയാണ്, സന ദിസ് ക്വസ്റ്റൻ ഈസ് ഫോർ യു ഫസ്റ്റ്. വാട്ട് ഡു യു തിങ്ക് ക്യാൻ ബി ഡൺ ടു സ്റ്റോപ്പ് ദിസ് ഓർ ടു എ പെർട്ടിക്കുലർ എക്സ്റ്റെന്റ്? ഇഗ്നോർ ചെയ്യുന്നതാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഹേർട്ട് ചെയ്യുന്നത് കണക്കിലെടുക്കാണ്ട് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോറായിട്ട് അവർക്ക് റിയാക്ഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അവർ ഹാപ്പിയാവും. ഇവളിത് കാണുന്നത് ഒക്കെ വിഷമിച്ച് അതല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇഗ്നോർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് സൊല്യൂഷൻ. ഒന്ന് പിന്നെ No problem. Mosma, what do you have anything to say? How can ഇത് എങ്ങനെയാണ് ടിപ്സ് ആയിട്ട് ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ? Go ahead. I wanted to tell an incident that happened. You told right and the video when I broke down the hate comment na petti samsarichippulla oru video. So what happened? A particular comment, what happened was, a particular comment someone else commented. Okay, adu endoru show aanadi. പിന്നെ ഇവളല്ലോ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്താ പറയാ ദുരന്തം അങ്ങനത്തെ എല്ലാം ഒരു കമന്റ് ഇട്ട്. അപ്പം എൻ്റെ കുറച്ച് ഫോളോവേഴ്സ് എന്ത് ചെയ്ത് അതിൻ്റെ അടിയിൽ പോയിട്ട് കമന്റ് ചെയ്ത് നിങ്ങളെല്ലാം എന്തിനാ ഇങ്ങനെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നതെന്നുള്ളൊരു കമന്റ് ഇട്ട്. അത്രയും ഭയങ്കര ഫാനാ, മീൻസ് നമ്മൾ ഫാൻ ഫോളോയിങ് ആയാലും ദേ ക്യാൻ ഹേറ്റേഴ്സ് എന്നുള്ള ഈ ഒരു ഹാർഷ് ട്രൂത്ത് ഇസ് വെരി സാഡ്. ലൈക്ക് വെൻ ഐ എം ടെല്ലിങ് ഇറ്റ്സെൽഫ് ഇങ്ങനെ ഹാർട്ട് ഇസ് ലൈക്ക് ബീറ്റിംഗ് സോ മച്ച് ബിക്കോസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഫോളോവേഴ്സിന്. ബിക്കോസ് ദേ ആർ ദ പീപ്പിൾ ഹൂ ആർ ഹെൽപ്പിംഗ് അസ് ഗ്രോ ദിസ് മച്ച്. നമ്മൾ ഈ ഒരു ലെവലിൽ എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾക്കാരാണ്. അപ്പം വെൻ ദേ ടേൺ ലൈക്ക് ദിസ് നമുക്ക് ശരിക്കും ഇങ്ങനെ നമ്മൾ സ്വന്തം മക്കൾ നമ്മൾ എഗെയിൻസ്റ്റ് പോകുമ്പോൾ നമുക്ക് ഹേർട്ട് ചെയ്യൂലേ, അയ്യൊരു ഫീലിംഗ് ആ വരുന്നത്. I think honestly ഇപ്പൊ മോസ്മ പറഞ്ഞ ഈ സ്റ്റോറിന്റെ ഒരു I think ഒരു ടേക്ക് അവേ ഫ്രം ദിസ് ഓൾസോ ഇസ് ദിസ് ലാസ്റ്റ് പോയിന്റ് വിച്ച് he said. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ആസ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എത്ര സ്ട്രോങ് ഫാൻസ് ആയാലും എല്ലാവരും ഒരു സ്വിച്ച് മാതിരി. ഐ തിങ്ക് there was a മലയാളം മൂവി റീസെന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് അതിൽ സിമിലർലി there was a situation ലൈക്ക് ഒരാളെ ഏറ്റവും വലിയ ഫാൻ സെയിം സിറ്റുവേഷൻ ആണത്. ബൈ ദ വേ ജമീൽ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിൽ? ഹൗ ഡു യു തിങ്ക് വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്? ഓർ എന്ത് ടിപ്പാണ് ഫെലോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ബിക്കോസ് നിങ്ങളൊരു അടിപൊളി വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ നിങ്ങൾ വളരെ ഹ്യൂമറാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് യൂഷ്വലി ഈ കമന്റ്സ് ഹാൻഡിൽ ചെയ്യാനും വേണ്ടിയിട്ട്. നിങ്ങൾ എന്താ ടിപ്സ് വേറെ ഫെലോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്? അല്ല, ഒരാള് നമ്മളെ നോവിക്കാൻ വേണ്ടി വരുമ്പോ നമുക്ക് നോവുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് അവർക്ക് രസം കിട്ടാം. പക്ഷെ ഈ ചെങ്ങായിക്ക് നോവുന്നില്ല, ഞാൻ ചെയ്തിട്ടൊരു കാര്യമില്ല മനസ്സിലാക്കും മിണ്ടാണ്ട് ഇറങ്ങിപ്പോ അല്ലേ. ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു ഇൻസിഡന്റ് പറയാം. അതായത് ഒരു പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് 3-4 വീഡിയോസിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നത്. അപ്പോ 5ാമത്തെ വീഡിയോ 6ാമത്തെ വീഡിയോ മൂപ്പര് വന്നിട്ട് കമന്റ് ചെയ്ത സമയത്ത് ഞാൻ ബ്രോ നീ ആഡ് ചെയ്യുന്ന ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്, നിന്റെ കമന്റ് ഇല്ലായിട്ട് ഒരു രസം ഉണ്ടായില്ല. എന്നിട്ട് ബ്രോ ഇഷ്ടം ലവ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ഹാഷ്ടാഗ് ഇട്ടിട്ട് വിട്ട്. എന്നിട്ട് ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട്. പക്ഷെ പുള്ളിയുടെ പേര് ഞാൻ ഒഴിവാക്കി. കാരണം ഈ പേരിട്ട എന്താ പ്രശ്നം എന്നറിയാം. പിന്നെ ഏതോ ഒരാൾ വന്നിട്ട് എന്റെ കമന്റ് ചെയ്തിട്ടുണ്ടേ ഇവിടെ വന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടാ റിപ്ലൈ തരുമെന്ന് കേട്ട് അതുകൊണ്ട് ഇട്ടതാണ്. അപ്പൊ സന നേരത്തെ പറഞ്ഞ പോലെ ദേ നീഡ് അറ്റൻഷൻ. അപ്പോ ഞാൻ പേരൊക്കെ ഒഴിവാക്കിട്ട് ഇതിങ്ങനെ ഇട്ട് വെക്കും. പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നില്ല. പിന്നെ ഇവരെല്ലാം ഒരാള് കമന്റ് ചെയ്തിട്ട്, അതായത് ഒരാള് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ വേറെ ഫേക്ക് ഐ ഡി, പിന്നെ ഒരു ഭയങ്കര ഫ്രണ്ട്സ് അതാണ് എന്റെ ആ വീഡിയോയിൽ സംഭവിച്ചത്. ഈ 2 അക്കൗണ്ട് വാസ് ഗോയിങ് ഓൺ കമന്റിങ്. അപ്പൊ പിന്നെ എന്റെ ബ്രദേഴ്സ് വന്ന്, പിന്നെ എന്റെ കസിൻസ് വന്ന്, പിന്നെ എന്റെ റിലേറ്റീവ്സ് വന്ന്, എല്ലാവരും കൂടിയിട്ട്
ആ കമന്റ് അപ്പൊ ഞാൻ ഇതാ ഡിലീറ്റ് ചെയ്യാണ്ട് അവിടെ തന്നെ വെച്ച് ലൈക്ക് കാണേണ്ട ആള് കണ്ടോട്ടല്ലേ എവ്രി വൺ എൻജോയ്, ഞാനും എൻജോയ് ചെയ്യുന്നുണ്ട് വായിച്ചിട്ട്, അവരും എൻജോയ് പക്ഷെ ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം കേട്ടാ, ഇപ്പൊ സന പറഞ്ഞോളെ നമ്മള് ഇഗ്നോർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ഒരാൾ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ടാല് അതില് നമ്മളെ സ്നേഹിക്കുന്ന ഫോളോവേഴ്സ് വന്നിട്ട് അതിനൊരു റിപ്ലൈ കൊടുക്കലുണ്ട്, നല്ല സ്ട്രോങ് റിപ്ലൈ. ചില സമയത്ത് ഈ കമന്റ് ഇട്ട ആളില്ലേ, ഈ കമന്റ് ഇട്ട ആൾ ഒഴിവാക്കി പോകും, കമന്റ് ഡിലീറ്റ് ചെയ്തു പോകും. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ കമന്റ് ഇടുന്ന ആളെ, നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരാ നിങ്ങൾ ബാക്കിയില്ല നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല നല്ല ഫോളോവേഴ്സും ഒരുപാട് നല്ല ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ അവർ വന്നിട്ട് അതിന് കനത്ത മറുപടി കൊടുക്കണമെങ്കിൽ ആ ഒരു കാറ്റഗറിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു. ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ചെറിയൊരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അത് തീരെ ഒന്നുമില്ലാണ്ടാവും. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി. പക്ഷെ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടുള്ള നമുക്ക് ഭയങ്കര സ്നേഹമാണ്. അവർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഉള്ളത്. അതാണ് അതെ, നമ്മൾ ഉള്ളത് തന്നെ അവർ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അവരാണ് നമ്മുടെ സ്ട്രെങ്ത്. അപ്പൊ ഈ ഒരു കാര്യത്തിലും കൂടെ അവർ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്നേഹിച്ചാൽ പൊളിയായിരിക്കും. അതാ എനിക്ക് പറയാനുള്ള ഒരു സംഭവം വന്നു പിന്നെ, സോറി. അപ്പൊ എന്റെ ബ്രൈഡിന്റെ ഫോട്ടോ ഇടുന്ന സമയത്ത് കുറെ സജഷൻസ് വരും. അവക്ക് ഈ ലിപ്സ്റ്റിക് ചേരുന്ന, നിങ്ങൾക്ക് ഐലാഷ് ഒഴിവാക്കിയിട്ട് നാച്ചുറൽ ലാഷസ് വെച്ചിനെങ്കിൽ അടിപൊളിയായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കമന്റ്. അപ്പൊ ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ താങ്ക് യു സോ മച്ച്, നെക്സ്റ്റ് ടൈം ഐ സീ ടു ഇറ്റ് എന്നുള്ള ഒരു റിപ്ലൈ കൊടുക്കും. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഫോളോവർ വാട്ട് ഷീ ഡിഡ് വാസ്, അവൾ എന്ത് ചെയ്ത് ടൈപ്പ് ചെയ്ത് ഒരു വലിയ കമന്റ്, എന്നിട്ട് അവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച്, നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ, ഞാൻ നെക്സ്റ്റ് ടൈം നോക്കാന്ന് പറയുന്നത്. ഓള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആറ്റാ, ഓളെന്തിനാ എന്നാ ഓളോട് ചെയ്യാൻ പറ പോയിട്ട് വർക്ക്, അങ്ങനത്തെ തന്നെ ഒരു മെസ്സേജ് റിപ്ലൈ. അപ്പോൾ നിങ്ങൾ എന്തിനാ, അപ്പോൾ എനിക്കെന്താ ഓർമ്മ വന്നാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു കുറച്ച് ഫേമസ് ആളാ. അപ്പൊ ഷീ സെഡ് ടു മീ ഈ ഹേറ്റ് കമന്റ്സിനെ പറ്റിയിട്ട്, the more the hate comments, the more the popular you are. എന്ന് പറഞ്ഞു. അപ്പൊ അവൾ എന്നോട് like any publicity is good അപ്പൊ അവൾ അത് എന്നോട് പറഞ്ഞു. അപ്പം സ്റ്റാർട്ടിങ് when I was in that famous, എനിക്ക് ഞാൻ വിചാരിക്കും ആരെന്താ എനിക്ക് ഒരു കമന്റ് തരാതെ, ഹേറ്റ് എന്ത് കമന്റ് ആണെങ്കിലും. അപ്പം പിന്നെ എനിക്കിങ്ങനെ DMസിലും മെസ്സേജസിലും ഇങ്ങനത്തെ മെസ്സേജസ് വരാൻ തുടങ്ങുമ്പോൾ ഐ ടുക്ക് ഇറ്റ് ലൈക്ക് വാട്ട് ഷീ സെഡ്. ഇങ്ങനെ ചിലപ്പം ഇത് ചിലപ്പോ എന്നെ ഫേമസ് ആക്കുമായിരിക്കും, ചിലപ്പോൾ ഞാൻ നല്ല രീതിയിൽ എത്തുമായിരിക്കും, ചിലപ്പം ഇറ്റ് മൈ ചേഞ്ച് ദ വേ ലൈക്ക് ഐ ആക്സെപ്റ്റ് പീപ്പിൾ. മീൻസ് എല്ലാ ടൈപ്പ് പീപ്പിൾ ഉണ്ടോ, ചെറിയ ആള് ഭയങ്കര നല്ല ആൾക്കാരായിരിക്കും, ചെറിയ ആള് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം ആക്ച്വലി ഐ വുഡ് സേ ഞാനൊരു ഭയങ്കര സെന്റിമെന്റൽ ഇമോഷണൽ പേഴ്സണാണ്. ബട്ട് ഐ തിങ്ക് ഇപ്പൊ ഈ ഒരു ടൈം നോക്കുമ്പോൾ അത്ര കമന്റ്സ് ഡസ് നോട്ട് എഫക്ട് മീ ടു മച്ച് പണ്ടത്തെ പോലെ, അൺലെസ് ആൻഡ് അൺടിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും ഇങ്ങനത്തെ ലൈക്ക് ഡീപ്പായിട്ട് പോകില്ലേ, ലൈക്ക് ഇസ്ലാമിക്കലി നിങ്ങൾ തട്ടിട്ട ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നിസ്കരിച്ചോടെ ഈ സമയം കൊണ്ട് എന്നുള്ള മെസ്സേജ് എല്ലാം വരുമ്പോ അതന്നെ അതൊന്നും നമ്മൾ ഒരിക്കലും വീഡിയോ ആയിട്ട് ഇടൂല. അതന്നെ നമ്മൾ ഒരിക്കലും ഐ തിങ്ക് ഒരു പോയിന്റ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ജമീൽക്ക് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, വിച്ച് വാസ് ജമീൽ വാസ് വെരി കറക്റ്റ്, വാസ് മെനി പീപ്പിൾ ഡോണ്ട് റിയലൈസ് ഇത് നിങ്ങൾ പല ആൾക്കാർ ചെയ്യുന്നത് നിങ്ങളെ ലൈവ്ലിഹുഡും കൂടിയാണ് കോണ്ടന്റ് ക്രിയേഷൻ. സോ ഈ പറയുന്ന ആൾക്കാർ ഈ ക്വാറന്റൈൻ വിചാരിച്ചിട്ട് എല്ലാവരും പണിയെടുക്കാണ്ട് വീട്ടിലിരിക്കല്ലേ ചെയ്യുന്നത്. സോ ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ ഉണ്ടാക്കൽ ഇസ് നോട്ട് മൈ ലൈവ്ലിഹുഡ്. ഐ ഹാവ് മൈ വർക്ക്. ഞാൻ രാവിലെ 9 മണി തൊട്ട് 6 മണി വരെ ദിവസം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ എന്റെ പേരുള്ള ബാക്കി 4 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പല ആൾക്കാരും മേ ബി ദിസ് ഇസ് ദിയർ ലൈവ്ലിഹുഡ്. സോ ലൈവ്ലിഹുഡ് എന്ന് വെച്ചാൽ എന്റർടൈനിങ് പീപ്പിൾ, മേക്കിംഗ് കോണ്ടന്റ്, ഇതൊക്കെയാണ്. സോ ഐ തിങ്ക് ടു എ പെർട്ടിക്കുലർ എക്സ്റ്റെന്റ് ഇന്ന് ജസ്റ്റ് ഈ സമ്മറൈസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ ഇതിൽ നമ്മളിപ്പം ഇത് എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് നോർമൽ ആൾക്കാർക്ക് മനസ്സിലാക്കണം. കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ദേ ആർ നോർമൽ ഹ്യൂമൻ ബീങ്സ്, സാധാ മനുഷ്യന്മാരാണ്. അതെ, അതില് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്വാറന്റൈൻ്റെ മാത്രല്ല, നാട്ടില് എന്ത് ദുരന്തം വന്നാലും ഫസ്റ്റ് നമ്മളെ മേക്ക് വരുമല്ലോ, നമ്മളെ മേത്തേക്ക് വന്നിട്ട് പറയും നിങ്ങളെന്താ സംസാരിക്കാത്ത, നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഇപ്പൊ സന്തോഷിക്കാൻ തോന്നുന്നു. അതായത് ആ ഫ്ലഡിന്റെ സമയത്ത് നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. ആ ഫ്ലഡിന്റെ സമയത്ത് ഐ ഹാഡ് പോസ്റ്റഡ്
അപ്പം നമ്മളെ ഈ കണ്ണൂർ ഏരിയയിൽ ഫ്ലഡ് ആ ടൈം വന്നിട്ടില്ല. അപ്പം ഐ ഹാഡ് പോസ്റ്റഡ് മൈ സിസ്റ്ററിന്റെ വെഡിങ്ങിന് ഷോപ്പിങ്ങിന് പോകുന്ന ഒരു ഇത് ക്ലിപ്പ്. മൈ ഗാഡ് അല്ല, പിന്നെ ഞാൻ വിചാരിച്ച് ഐ ഷുഡന്റ് ഹാവ് ഡൺ ദാറ്റ് ബിക്കോസ് അല്ലല്ല ആ മെസ്സേജ് ഐ ഫെൽറ്റ് വാട്ട് ഷീ സെഡ് വാസ് കറക്റ്റ്. ബിക്കോസ് അവള് പറഞ്ഞെന്ന് പറഞ്ഞാല് ഇവിടെ പിന്നെ ഞാൻ മ്യൂസിക് കാണുന്നത് ഈ ഒരു ടൈമിനു പിന്നെ ഞാൻ മ്യൂസിക് കാണുന്നത് ഇറ്റ് വാസ് ദാറ്റ് സീരിയസ്. ലൈക്ക് മെനി പീപ്പിൾ വർ ലൂസിങ് ദെയർ ഹോംസ്, അങ്ങനത്തെ സിറ്റുവേഷൻ എല്ലാം ഇല്ലേ. അപ്പം ദാറ്റ് ടൈം ഐ ഹാഡ് പോസ്റ്റഡ് ഗോയിങ് ഫോർ ഷോപ്പിംഗ് ഫോർ മൈ സിസ്റ്റേഴ്സ് വെഡിങ്. അപ്പം അത് കുറച്ച് നെഗറ്റീവ് കമന്റ്സിലേക്ക് ഇറ്റ് ഹാഡ് ബോട്ട് മീ ബാക്ക് ദർ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇപ്പം ഐ എം വെരി പെർട്ടിക്കുലർ. ലൈക്ക് ഫിദ സെഡ്, പേഴ്സണൽ എന്തിടുന്നുണ്ടെങ്കിലും ഐ എം വെരി പെർട്ടിക്കുലർ. ഇപ്പം മക്കളായാലും എന്തായാലും ഐ ഡോണ്ട് വാണ്ട് ടു ഷോ. ചില ആൾ വിചാരിക്കും വി ആർ ട്രൈങ് ടു ഷോ ഓഫ് ഹൗ പോഷ് അവർ ലൈഫ് ഇസ് എന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു ലൈക്ക് വി ആർ സെൽഫ് ബിക്കം കെയർഫുൾ അങ്ങനത്തെ ഒരു ഇത് സ്പ്രെഡ് ചെയ്യാണ്ട് നിൽക്കാന്. ബട്ട് ഓൺ അനദർ പേസ് ഇറ്റ്സ് ആ വർക്ക്. അത് നമ്മൾ വർക്ക് പോവാ. വി ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ഇറ്റ് അറ്റ് ടൈംസ്. എനിക്ക് ഐ തിങ്ക് ഗൈസ് ഐ ജസ്റ്റ് സമ്മറൈസ് ക്വിക്ക്ലി. നമ്മളിപ്പം ഐ തിങ്ക് ലോട്ട് ഓഫ് അമേസിംഗ് പോയിന്റ്സ് നിങ്ങളെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഷെയർ ചെയ്തു. ആൻഡ് ഐ തിങ്ക് ഈ ഒരു പാനലിന്റെ മെയിൻ എയിം വാസ് ഒന്ന് ഈ ഇഷ്യൂവിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. രണ്ടാമത്തത് ഈ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, സ്പെസിഫിക്കലി പീപ്പിൾ ഹൂ യൂഷ്വലി എൻഗേജ് ഇങ്ങനത്തെ ഹേറ്റ് കമന്റ്സും എൻഗേജ് ചെയ്യുന്ന ആൾക്കാരൊന്ന് മനസ്സിലാക്കാൻ കുറച്ചൊരു മനുഷ്യത്വം എന്ന് പറയാൻ കഴിയില്ല, കുറച്ചൊരു കൺസിഡറേഷൻ ടുവാർഡ്സ് ദീസ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. നേരത്തെ പറഞ്ഞു എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ ഇതൊക്കെ കമന്റ് ഇട്ട ആൾക്കാരിൽ ഇത് കാണുന്നത് വിചാരിക്കണ്ടാവില്ലേ, ഒരാൾ ചിരിക്കണ്ടാവില്ലേ, സങ്കടപ്പെടുന്നുണ്ടെന്നില്ല. അപ്പൊ സമ്മറൈസ് ചെയ്യുമ്പോ ഓരോ പൊട്ടന്മാരാക്കിയിട്ട് സമ്മറൈസ് ചെയ്താൽ മതി. ഇല്ല അങ്ങനല്ല, സീരിയസ്ലി സേയിങ് സി എക്സാക്ട്ലി സി സങ്കടമുണ്ടെന്ന് വിചാരിച്ചിട്ട് നോ ഓൾ ദിസ് പീപ്പിൾ ഹു ആർ ദേർ ഇൻ ദിസ് വീഡിയോ വിത്ത് മീ സങ്കടമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇഫ് അവരങ്ങനെ ശരിക്കും അങ്ങനെ സങ്കടം എഫക്ട് ചെയ്യുന്നെങ്കിൽ ദേ വുഡ് ഹാവ് നോട്ട് റീച്ച്ഡ്. അവർ ഇന്ന് എത്തിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവില്ല. ദ റീസൺ അവർ ഇത്രയും ഫോളോവേഴ്സും ഇതൊക്കെ എത്തിയിട്ടില്ലെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലത്തെ കുറേ ആൾക്കാർ, ഐ എം നോട്ട് സെയിങ് ഓൾ ദ പീപ്പിൾ, 80-90% ഓഫ് ദ ആൾക്കാർ പോസിറ്റീവ് ആണ്. അവരാണ് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വളർത്തുന്നത്. ഓക്കെ, പക്ഷെ ചെറിയൊരു മേ ബി 5 to 10% വേറൊരു കാര്യം അറിയോ, അതായത് യൂട്യൂബില് ചില കമന്റേഴ്സ് ഉണ്ട്, ഗുഡ് കമന്റ് മാത്രം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ അറിയുന്ന കുറെ ആൾക്കാരുണ്ട്, മനസ്സിലായി? അവരൊരു DP ഉണ്ടാവും. അപ്പൊ ആൾക്കാരൊന്നും ചോദിക്കും, ഒരു പച്ചത്തൊപ്പിട്ടിട്ട് ഒരാളുണ്ട്, പിന്നെ ദശമൂലം താമു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു ടീമുണ്ട്. അവരെല്ലാ നല്ല വീഡിയോസിലും പോയിട്ട് നല്ല നല്ല കമന്റ് മാത്രം ചെയ്യും ടീം. അവരെ പറ്റി എല്ലാവർക്കും നല്ല മതിപ്പാണ്. അപ്പൊ നെഗറ്റീവ് കമന്റ് ചെയ്ത് പ്രാന്താക്കുന്ന ആൾക്കാരെക്കാൾ എത്രയോ നല്ല ഇംപ്രഷൻ നിങ്ങൾ നല്ല കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ തന്നെ കിട്ടും. നിങ്ങൾ ഈ പറഞ്ഞ അറ്റൻഷൻ സീക്കേഴ്സ് ഇല്ലേ, നിങ്ങൾക്ക് അത് കൂടുതൽ കിട്ടല് നിങ്ങൾ നല്ല കമന്റ്സ് ചെയ്യുമ്പോഴാണ്. എല്ലാ വീഡിയോസിലും പോയിട്ട് എല്ലാവരും ക്രിയേറ്റ് ചെയ്യും. അതായത് എത്ര തല്ലിപ്പൊളി വീഡിയോ ആയാലും ഈ പറഞ്ഞ ദശമൂലം താമര അതിന്റെ ആ ഒരു ചെറിയൊരു ഗുഡ് പോയിന്റ് ഇല്ലേ, അതെടുത്തിട്ട് പറയും, ഇന്നത് നല്ലതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാർ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചോ, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി, നമ്മള് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോഴും വീട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ഈ നെഗറ്റീവ് കമന്റ്സ് എല്ലാം പേടിച്ചിട്ട്. അപ്പൊ നിങ്ങൾ കുറച്ചൊന്നും ഇത് കുറച്ചാല് ഇനിയും നല്ല നല്ല കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാര് പുറത്തേക്ക് വരും. ഒരുപാട് കിടിലൻ ടീം പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ കണ്ടന്റ് ഈ നെഗറ്റീവ് കമന്റേഴ്സ് കുറച്ചൊന്ന് അത് നല്ലതാണ് ശരിക്കും നിങ്ങൾ ചെയ്യാണ്ടിരുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഫൈനൽ ഒന്ന് സമറൈസ് ചെയ്യാൻ സെന പറഞ്ഞതിൽ കൂടുതൽ ഇതാക്കുന്നില്ല. പ്ലീസ് ആൾക്കാർ, എനിക്ക് തോന്നുന്നത് ഇതിപ്പം ഒരു കോൺഷ്യസ് ആയിട്ട് ഇന്ന് ഈ കോളിൽ 4 ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഈ 4 ആൾക്കാർ ഓൾമോസ്റ്റ് 30-40 ആൾക്കാരായിട്ട് കണക്റ്റഡ് ആണ്, ഹു ആർ ഈക്വലി ഫേമസ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻ കേരള സ്പെസിഫിക്കലി. സോ ഈ 5 to 10% ആൾക്കാർ, ഈ നെഗറ്റീവ് കോമന്റ്സ് ഇവിടുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണെന്ന് വെച്ചാൽ എല്ലാവരും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇതൊരു പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ പാനലിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. ചിലപ്പോൾ അടുത്തൊരു ഇങ്ങനത്തെ ഒരു പാനൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ ആയിരിക്കും, ഐ നെവർ നോ. ബിക്കോസ് ലോകത്ത് പല സ്ഥലത്തും പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും പല ഇനീഷ്യേറ്റീവ്സ് ചെയ്തിട്ടുണ്ട് ടു കോൾ ഔട്ട്
പീപ്പിൾ ലൈക്ക് ദിസ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഓരോരോ ആൾക്കാരെ നെയിം ആൻഡ് ഷെയിം ചെയ്യാൻ. നമ്മളെ കൾച്ചർ അനുസരിച്ച് ഇങ്ങനത്തൊന്നും ഇല്ല നമ്മളെ മലയാളികൾക്ക്. ആൻഡ് ഐ റിയലി ഹോപ്പ് യു ഡോണ്ട് ഗോ ടു സച്ച് പ്ലേസസ്. പക്ഷേ ഫൈനലി ലാസ്റ്റ് ജമീൽ പറഞ്ഞൊരു പോയിന്റിന്റെ പേര് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഓക്കെ, ഐ വർക്ക് വിത്ത് ലോട്ട് ഓഫ് ടാലന്റഡ് പീപ്പിൾ ആസ് വെൽ. കുറേ ആൾക്കാർ ജമീലൊക്കെ പറഞ്ഞ മാതിരി അവർ ഏറ്റവും വലിയ പ്രശ്നം ഇതാന്ന് പേടി, ആൾക്കാർ എന്ത് പറയുമെന്ന്. ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഡോണ്ട് വറി, തുടങ്ങുക. ഫസ്റ്റ് റീഡ് അബൌട്ട് മൈൻഡ് സെറ്റ്സ്. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പലതരം മൈൻഡ് സെറ്റ് ഉണ്ട്. ഇങ്ങനത്തെ മൈൻഡ് സെറ്റ്സിനെ പറ്റിയിട്ട് വായിക്കുക, അതിനെ പറ്റി. ആൻഡ് നിങ്ങളൊക്കെ പറഞ്ഞത് ഈ കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഐ എം ഷുവർ ഇഫ് യു ലീവ് എ പോസിറ്റീവ് കമന്റ്സ്, ആസ്ക് ദം ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ജമീലൊക്കെ ഓൾറെഡി കുറേ വീഡിയോസ് ഇതിന്റെ മേലെ ഉണ്ടാക്കിയിട്ടുണ്ട്, മോട്ടിവേഷന്റെ മേലെ എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്, ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ്ഫുള്ളി ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് മാക്സിമം എത്ര ഷെയർ ചെയ്യാൻ പറ്റും ഈ മെസ്സേജ്. വീഡിയോ കുറച്ച് ലോങ് ആണ്, പക്ഷെ എന്നാലും ഐ തിങ്ക് ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് വെയർ ഡിസ്കസ്ഡ്. കുറെ ആൾക്കാരെല്ലാം നന്നാന്ന് വിചാരിക്കുന്നു അല്ലേ ഈ വീഡിയോ കണ്ടിട്ട്, ഈ ഹേറ്റ് കമന്റ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെയും പ്രതീക്ഷിക്കാം. Hopefully. Yeah, let's hope for the best. And that's all for now, guys. So we'd like to thank you all for your patience. Irunnu kandeyku thank you. And that's all, guys.